नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक नया पाठ का कुछ भाग पढ़ा था। पाठ का नाम है मिसाइल मैन अब्दुल कलाम, है ना। तो अब्दुल कलाम जी के बारे में इस पाठ में हम बहुत अधिक जानकारियाँ हमें मिला था। तो उसके ബാക്കി ഭാഗം हमें पढ़ना चाहिए। പേജ് നമ്പർ 72 മുഖ്യ പുസ്തകം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ളത് എന്നാൽ വളരെ കുറച്ചും ഒരുപാടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും. നോക്കാം. इसकी जीवनी विंग्स ऑफ फायर से भारतीय युवाओं को प्रेरणा मिलती है. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം എഴുതുകയും അത് ഭാരതത്തിലെ യുവാക്കൾക്ക് വളരെയധികം പ്രേരണ നൽകുന്ന ഒരു ബുക്കാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് വായിക്കണം. അഗ്നിച്ചിറകുകൾ എന്ന് മലയാളത്തിൽ പറയും, അഗ്നി കി ഉഡാൻ എന്ന് ഹിന്ദിയിൽ പറയും, വിങ്സ് ഓഫ് ഫയർ ഇംഗ്ലീഷിൽ. ഓക്കെ, അഗ്നി കി ഉഡാൻ യാനി വിങ്സ് ഓഫ് ഫയർ ഓർ അഗ്നിച്ചിറകുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണത്. അപ്പോൾ ഈ ആത്മകഥ വായിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആത്മകഥയാണ്, വായിക്കാം. दूसरी पुस्तक का नाम है ഗൈഡിങ് സോൾസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇവിടെ പറയുന്നത് ഗൈഡിങ് ലൈൻസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. വായിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഗൈഡിങ് സോൾസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. ഗൈഡിങ് സോൾസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. ആത്മിക് വിചാരോ കോ ദർശാത്തി ഹെ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മിക് ആയിട്ടുള്ള ചിന്തകളെ ഇതിലെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിനകത്ത് ആത്മികപരമായിട്ടുള്ള ചിന്തകളെല്ലാം അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഡോക്ടർ കലാം ने अपने साहित्यिक विचारों को इंडिया 2020 ये विजन फॉर द न्यू मिलेनियम. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായിട്ടുള്ള വിചാരങ്ങളും കാര്യങ്ങളും എല്ലാം ഇന്ത്യ 2020 ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മിലേനിയം വിഷൻ ഫോർ ദ ന്യൂ മിലേനിയം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യക് ചിന്തകളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്? ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മിലേനിയം. അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകം. പിന്നീട് പറയുന്നത് ഏതാണ്? മൈ ജേർണി എൻ്റെ യാത്ര. ഓർ അടുത്തൊരു പുസ്തകം ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അൺലീഷിംഗ് ദ പവർ വിത്തിൻ ഇന്ത്യ. അടുത്ത പുസ്തകം പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അൺലീഷിംഗ് ദ പവർ വിത്തിൻ ഇന്ത്യ എന്നതാണ്. മേ സമാഹിത് കിയാ ഹെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും പുസ്തകങ്ങളുണ്ട്. സമാഹിത് മാനെ യഹാ ദേഖോ ഏകത്ര കിയാ ഹുവാ ഹെ. ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് इंक्लूड ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. इन पुस्तकों का कई भारतीय भाषाओं के साथ विदेशी भाषाओं में अनुवाद किया जा चुका था. ഈ പുസ്തകങ്ങളെല്ലാം നമ്മുടെ ഹിന്ദിയിൽ എന്ന പോലെ തന്നെ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ന പോലെ തന്നെ മറ്റുള്ള ഭാഷകളിലും വിദേശി ഭാഷകളിലും ഇംഗ്ലീഷ് ആയാലും മറ്റുള്ള ഏതെങ്കിലും ഭാഷകളിലൊക്കെ ഈ ഒരു പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്ത് ചെയ്തു വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ, ക്യാ ഹെ ഇൻ പുസ്തകവും കൈ ഭാരതീയ ഭാഷാവും കെ സാത്ത് ഒരുപാട് ഇന്ത്യൻ ഭാഷകളിലും അതുപോലെ തന്നെ വിദേശ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, तो मुख्य पुस्तकें क्या है? इनकी जीवनी विंग्स ഓഫ് ഫയർ से ഭാരതീയ യുവാओं को പ്രേരണ मिलती है. വിങ്സ് ഓഫ് ഫയറിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ യുവതലമുറയ്ക്ക് വളരെയധികം പ്രചോദനം നൽകുന്നുണ്ട് എന്ന് പറയുന്നു. दूसरी पुस्तक ഗൈഡിങ് സോൾസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ പുസ്തകം ഗൈഡിങ് സോൾസ് ഡയലോഗ്സ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ്. ആത്മിക് വിചാരങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഡോക്ടർ കലാമിനെ അപ്പനെ സാഹിത്യക് വിചാരവും അദ്ദേഹം തൻ്റെ സാഹിത്യക് ചിന്തകളെല്ലാം ഇന്ത്യ 2020 എ വിഷൻ
ഫോർ ദ ന്യൂ മില്ലേനിയം, എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം ഇന്ത്യ 2020 എന്ന ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മൈ ജേർണി അവർ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അൺലീഷിംഗ് ദ പവർ വിതിൻ ഇന്ത്യ में समाहित किया है. ഈ ഇത്രയും പുസ്തകം, മറ്റു 2 പുസ്തകങ്ങളാണിത്. इन पुस्तकों का कई भारतीय भाषाओं के साथ विदेशी भाषाओं में अनुवाद किया. അപ്പോൾ ഭാരതത്തിലെ മറ്റു ഭാഷകളെ പോലെ തന്നെ വിദേശി ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി അദ്ദേഹത്തിൻ്റെ അന്തിം ക്ഷണം, അവസാന നിമിഷങ്ങളാണ് പറയുന്നത്. 27 जुलाई 2015 की शाम अब्दुल कलाम भारतीय प्रबंधन शिलांग में रहने योग्य गृह पर एक व्याख्यान दे रहे थे. तभी उन्हें दिल का दौरा पड़ा और उसी शाम उनका निधन हो गया. वह 83 वर्ष के थे. 30 जुलाई 2015 को पूरे राजकीय सम्मान के साथ उन्हें रामेश्वरम के पी करूबियो ഗ്രൗണ്ട് में अंतिम विदाई दी गई. ഇവിടെ പറയുന്നത് 27 ജൂലൈ 27 2015 വൈകുന്നേരം അബ്ദുൽ കലാം അദ്ദേഹം ഭാരതീയ പ്രബന്ധൻ ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഷിലാങ് എന്ന് വെച്ചാൽ ഷില്ലോങ്ങിൽ രഹനെ യോഗ്യ ഗ്രഹ, അതൊരു ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൽ एक व्याख्यान दे रहे थे, ഒരു പ്രഭാഷണം, ഒരു ലെക്ചർ കൊടുക്കുമായിരുന്നു. ഒരു പ്രോഗ്രാമിൽ ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ള, ഇന്ത്യൻ മാനേജ്മെൻറ്റ് സംഘടിപ്പിച്ച് ഷില്ലോങ്ങിൽ വെച്ചിട്ട് രഹനെ യോഗ്യ ഗ്രഹ, ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഒരു ലെക്ചർ കൊടുക്കുമായിരുന്നു. തഭി ഉനേം ദിൽ കാ ദൗറ പടാം, അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയായിരുന്നു. ഉസി ഷാം, ആ വൈകുന്നേരം തന്നെ ഉൻകാ നിധൻ ഹോ ഗയ, അദ്ദേഹം മരണപ്പെട്ടു. വഹ 83 വർഷക്കേതി, അദ്ദേഹം 83 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 30 ജൂലൈ 2015 को पूरे राजकीय सम्मान के साथ 2015 ജൂലൈ 30 എല്ലാ രാജകീയ ബഹുമതികളോടും, സമ്മാൻമാനെ ബഹുമതികളോടും കൂടി ഉനേം അദ്ദേഹത്തെ രാമേശ്വരത്തിൽ പി കരൂബ്യൂ ഗ്രൗണ്ടുമേ, പി കരൂബ്യൂ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ അദ്ദേഹത്തിനെ സംസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ എന്നാണ് അദ്ദേഹം മരിച്ചത്? 2015 ജൂലൈ 27 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം രഹനെ യോഗ്യ ഗ്രഹ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തൻ്റെ ലെക്ചർ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരികയും അങ്ങനെ അദ്ദേഹം ആ ദിവസം തന്നെ മരിക്കുകയാണ് ചെയ്തത്. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2015 ജൂലൈ 30 എല്ലാ ബഹുമതികളോടും കൂടി, രാജകീയ ബഹുമതികളോടും കൂടി അദ്ദേഹത്തെ രാമേശ്വരത്തിലെ പി കരൂബ്യൂ ഗ്രൗണ്ടിൽ സംസ്കരിച്ചു. ओके, तो ये अच्छे से पढ़ना. तो कोई डाउट है तो मुझसे पूछना, बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.